ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. കേരളത്തിൻ്റെ അപേക്ഷ അംഗീകരിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. പക്ഷേ നന്ദി പറയുമ്പോഴും തീരുമാനം അദ്ദേഹത്തിൻ്റെയാണ്. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനേ സാധിക്കൂ. തീരുമാനം അദ്ദേഹത്തിൻ്റെയാണ്. ഞങ്ങളുടെ ആഗ്രഹം ഉണ്ട്, പക്ഷേ അദ്ദേഹമാണ് തീരുമാനം എടുക്കുന്നത്. രാഷ്ട്രീയമായ മറുപടി ഞങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകും, പക്ഷെ വ്യക്തിപരമായ ഒരു സമീപനം ഇല്ല. തെറ്റ് കണ്ടാൽ വിമർശിക്കാതിരിക്കാൻ പറ്റുമോ? വീഴ്ചകളുണ്ടായാൽ വിമർശിക്കാതിരിക്കാൻ പറ്റുമോ? അഴിമതി ഉണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റുമോ? അതെ, ഇന്നലെ പറഞ്ഞത് തന്നെ മതിയല്ലോ. പ്രേമചന്ദ്രനെതിരായിട്ട് പറഞ്ഞത് തന്നെ മതിയല്ലോ. ഒരു മുഖ്യമന്ത്രി 5 കൊല്ലം കഴിഞ്ഞിട്ട് കൂട്ടത്തിലുണ്ടായിരുന്നൊരു സഹപ്രവർത്തകനെ കുറിച്ച് പറഞ്ഞ മോശം പരാമർശനം ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ എടുത്താൽ എന്ന് മാത്രം പറയാനുണ്ട്. അത് വിളിച്ചു കഴിഞ്ഞ് അതേപോലെ തന്നെ പിന്നെ മുരളീധരൻ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരു നല്ല വേശ്യയാവുമെന്ന് പറഞ്ഞാൽ കുണ്ടിത്താൻ കാസർഗോഡ് മത്സരിക്കും. അപ്പൊ കോൺഗ്രസ് നേതാക്കന്മാർ ഇവരാരും ആ വാക്കുകൾ നേരെ പിൻവലിക്കുക ഖേദം പ്രകടിപ്പിക്കുക ചെയ്തില്ല. അപ്പൊ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർക്കൊന്നും ഈ പരിശുദ്ധി വേണ്ടേ? എല്ലാം ഉണ്ട്. ഈ മുരളീധരനെ കോൺഗ്രസ് പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നത് സോണിയാഗാന്ധിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് കോൺഗ്രസ്, അതാണ് നെഹ്റു കുടുംബം. അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് പറയുന്നതാ. രാഷ്ട്രീയമായിട്ട് പറയേണ്ടത് പറയും. അദ്ദേഹത്തെ അവഹേളിച്ചതിന്, ആക്ഷേപിച്ചതിന്, അതിന് ആ രീതിയിലുള്ള മറുപടി ഉണ്ടാവില്ല. എൻ്റെ വാക്കിൽ നിന്നൊന്നും ഉണ്ടാവില്ല. അല്ലാതെ പിന്നെ രാഷ്ട്രീയമായിട്ട് സംവാദങ്ങൾ എവിടെയും ഉണ്ടാകുമല്ലോ. അതല്ലേ ജനാധിപത്യം. ഇപ്പം അതിനാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പം രാഹുൽ ഗാന്ധിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും ആരെങ്കിലും പറഞ്ഞാൽ അതിലാരെങ്കിലും തെറ്റെന്ന് പറയുമോ? ഇല്ലല്ലോ. പക്ഷേ എല്ലാം പരിധിയും വിട്ട് ഉള്ള പദപ്രയോഗങ്ങൾ വന്ന BJPയുടെ അതേ വാചകം കടമെടുത്താണ്. ബാക്കിയൊന്നും വാചകം പോരാ എന്ന് കണ്ടിട്ട് അവരുടെ കടമെടുത്തിട്ടാണ് രാഹുൽ ഗാന്ധിയെ ദേശാഭിമാനി എഡിറ്റോറിൽ അപമാനിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് മറുപടി ഉണ്ടാവില്ല. രാഷ്ട്രീയമായിട്ടുള്ള കാര്യത്തിന് കോൺഗ്രസ് വലിയ പ്രക്ഷോഭം നടത്തി. ശാരദാ ചിട്ടി കേസിൽ നാരദ ന്യൂസ് ഇതുപോലെ വീഡിയോ പ്രതിഷേധിച്ചു. ഇപ്പൊ എന്തുകൊണ്ടാണ് MK രാഘവൻ പരസ്യമായി പച്ചക്ക് പണം ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളടക്കം വന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കോൺഗ്രസ് പ്രതിരോധി